നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, യജമാനനെ, അവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ശബ്ബത്ത് നാളിൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യനെ യഹൂദന്മാരിട്ട് കുടയുകയാണ്. വാസ്തവത്തിൽ അതൊരു തെറ്റായ കാര്യമാണെങ്കിൽ ശബ്ബത്ത് നാളിൽ ഒരാൾക്ക് സൗഖ്യം നൽകിയത്, അവന് ആശ്വാസം നൽകിയത്, കാഴ്ച നൽകിയത് തെറ്റായ കാര്യമാണെങ്കിൽ, ശബ്ബത്ത് നാളിൽ ചേറുണ്ടാക്കിയത്, ചേറ് കണ്ണിൽ പുരട്ടിയത് തെറ്റായ ഒരു കാര്യമാണെങ്കിൽ യേശുവിനെയല്ലേ പിടിക്കേണ്ടത്? യേശുവിനെ പിടിക്കാനുള്ള ധൈര്യം അവർക്കില്ല. കാരണം എപ്പോഴും യേശുവിൻ്റെ കൂടെ വളരെയധികം ആളുകളുണ്ട്. അതിന് ധൈര്യമില്ലാത്ത അതുകൊണ്ട് അവർ ഈ പാവം പിടിച്ച മനുഷ്യനെ വിഷമിപ്പിക്കുകയാണ്. അവൻ്റെ മാതാപിതാക്കളെ വിഷമിപ്പിക്കുകയാണ്. അവൻ പാപിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ധൈര്യത്തോടുകൂടെ മാതാപിതാക്കൾ ഭീരുക്കളായിട്ട് ജീവനെ പേടിച്ച് അവർ മൗനമായിരുന്നപ്പോൾ ഇവൻ പറയുകയാണ്, അവൻ എൻ്റെ ഗുരുവാണ്, ഞാൻ അവനെ അനുഗമിക്കും, ഞാൻ അവൻ്റെ ശിഷ്യനാണ്, നിങ്ങൾക്ക് അവൻ്റെ ശിഷ്യരാകാൻ മനസ്സുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, നീ മുഴുവൻ പാപത്തിൽ പിറന്നവൻ. അപ്പോൾ അവരുടെ ഉള്ളിലിരിപ്പ്, ഇവൻ പാപി ആയതുകൊണ്ടാണ് ഇവനെ ദൈവം എന്ത് ചെയ്തത്? ഭാവിയിൽ പാപം ചെയ്യും, അതുകൊണ്ട് ഇവനെ അഡ്വാൻസ് ആയിട്ട് ദൈവം ഉരുടനാക്കിയിരിക്കുകയാണ്. അതാണ് അവരുടെ ഉള്ളിലിരിപ്പ്. നീ മുഴുവൻ പാപത്തിൽ പിറന്നവൻ, ഞങ്ങൾക്ക് കാഴ്ചയുള്ളത് ഞങ്ങൾ നല്ലവരായതുകൊണ്ടാണ് എന്നാണ് അവരുടെ ധാരണ. കാഴ്ചയില്ലാത്ത ആളുകൾ, ജന്മന കാഴ്ചയില്ലാത്ത ആളുകൾ, അവരുടെ ഉള്ളിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് ദൈവം അവരെ അഡ്വാൻസ് ആയിട്ട് കുരുടരാക്കിയിരിക്കുകയാണ്. അങ്ങനെ മുഴുവൻ പാപത്തിൽ പറഞ്ഞ് ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആയോടാ എന്ന് ചോദിച്ച് അവനെ അവർ കത്തിച്ചു. അവനെ പുറത്താക്കി കൂടാമെന്നും പറഞ്ഞ് അവനെ വിരട്ടി അവനെ ഓടിക്കുകയാണ്. അവൻ്റെ അടുക്കൽ യേശു ചെന്നു. അവനെ പുറത്താക്കിയെന്ന് യേശു പറഞ്ഞു. അവൻ ഇതുവരെ യേശുവിനെ കണ്ടിട്ടില്ല. യേശു അവനോട് അവൻ്റെ കണ്ണിൽ ചേറുണ്ടാക്കി അവനെ ശീലോംകുളത്തിൽ ആ കണ്ണിൽ ചേറ് പുരട്ടി കഴുകാൻ വിട്ടു. അവൻ പോയി കഴുകിയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ വലിയ ജനക്കൂട്ടമാണ്. ഇതിൽ ആരാണ് ഇന്നപോലെ പോയി ഈ കഴുകാൻ പറഞ്ഞതെന്നൊന്നും അവൻ അറിഞ്ഞുകൂടാ. അതിനു മുമ്പ് തന്നെ ചോദ്യമായി. അതിനു മുമ്പ് തന്നെ പരീശന്മാരും ശാസ്ത്രിമാരും വട്ടം കൂടി ഇവനെ ക്വസ്റ്റ്യൻ ചെയ്തായി. അപ്പം അവന് ആരാണ് സൗഖ്യം നൽകിയെന്ന് അവനൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ കാണാതെ തന്നെ അവൻ പറഞ്ഞു, എൻ്റെ ഗുരുവാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിനെ കാണാതെ വിശ്വസിക്കുകയാണ്. കാണാതെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുകയാണ്. യേശുവിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ അടുക്ക് വന്നു. അവനോട് ചോദിച്ചു, നീ ദൈവപുത്രനെ വിശ്വസിക്കുന്നുവോ? അവന് അറിയാമായിരുന്നു ദൈവം മനുഷ്യനാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവപുത്രൻ രക്ഷിതാവായി, ക്രിസ്തുവായി, മശീഹയായി ഭൂമിയിൽ വരുമ്പോൾ കുരുടന് കാഴ്ച ഉണ്ടാകുമെന്നൊക്കെ അവൻ യെശയ്യാപ്രവചനത്തിൽ ആളുകൾ വായിക്കുന്നത് അവൻ കേട്ടിട്ടുണ്ട്. യെശയ്യാപ്രവചനം 11, 32, 35 അധ്യായങ്ങളിലൊക്കെ, അതുപോലെ യെശയ്യാപ്രവചനം 53 നമ്മുടെ രോഗങ്ങളെ അവൻ വഹിക്കും, അവൻ്റെ അടിപ്പിണരുക നമുക്ക് സൗഖ്യം ഉണ്ടാകും, അവൻ വരുമ്പോൾ കുരുടൻ്റെ കണ്ണ് തുറക്കും എന്നൊക്കെ ഇവൻ കേട്ടിട്ടുണ്ട് ദൈവപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നീ ദൈവപുത്രനെ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ആരാണത്? ഞാൻ വിശ്വസിക്കാം. യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ കർത്താവായി യഹോവയായിട്ട് അവൻ അംഗീകരിക്കുകയാണ്. 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു,
ആ വേശ്യാസ്ത്രീ ആയിരുന്നവൾ യേശുവിനാൽ പാപമോചനം പ്രാപിച്ച് കഴിഞ്ഞപ്പോൾ അവൾ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുകയാണ്. അതുപോലെ ഈ മനുഷ്യനും, ഈ കുരുടനായിരുന്നവൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞ മനുഷ്യൻ യേശുവിനെ കർത്താവേ എന്ന് പറഞ്ഞാൽ യഹോവേ എന്നാണ്. സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനും ന്യായാധിപനുമായ സർവജ്ഞാനിയും സർവ്യാപിയും സർവശക്തനുമായ ദൈവം എന്നാണ് അർത്ഥം. അവൻ യേശുവിനെ ദൈവത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ധൈര്യത്തോടെ പറയുകയാണ്, കർത്താവേ ഞാൻ നിന്നെ വിശ്വസിക്കും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. കാരണം അവിടുന്ന് ബേത്ലഹേമിൽ ഒരു ചോരക്കുഞ്ഞായി പിറന്നു വീഴുമെന്ന് വാക്യമുണ്ട്. യശയ്യാപ്രവചനം 7:14. ബേത്ലഹേമിൽ ജനിക്കുമെന്ന് വാക്യമുണ്ട്. മീഖ 5:2. നസറേത്തിൽ വളരുമെന്ന് വാക്യമുണ്ട്. യശയ്യാപ്രവചനം 9:1. അതുപോലെ അവൻ പ്രസംഗിക്കുമെന്ന് വാക്യമുണ്ട്. ഒരു ശിഷ്യൻ ഒറ്റിക്കൊടുക്കുമെന്ന് വാക്യമുണ്ട്. അവൻ മരിക്കും, അവനെ കുരിശിൽ തൂക്കി കൊല്ലുമെന്ന് വാക്യമുണ്ട്. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വാക്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വചനം ലോകം മുഴുവൻ എത്താനിടയാകും എന്ന് വാക്യമുണ്ട്. ആ യേശു നമുക്കായി യാഗമായി നമ്മുടെ നരകശിക്ഷയേറ്റ് രക്ഷാമാർഗം ഒരുക്കി മരിച്ചിട്ട് അടക്കപ്പെട്ട് അദൃശ്യനായി ജീവിക്കുന്നു. ആ ജീവിക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, കർത്താവായി സ്വീകരിച്ചാൽ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായി സ്വീകരിച്ച് അവനെ മാത്രം ആരാധിക്കാൻ, അവനെ മാത്രം സ്നേഹിക്കാൻ, അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ, അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം, അതാണ് യഥാർത്ഥ ദൈവഭക്തി. സത്യദൈവത്തെ വേണം ആരാധിക്കാൻ. കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ പരമ്പരാഗതമായ എന്തെങ്കിലും ഒരു വിശ്വാസം കൊണ്ട് ഒരു അർത്ഥവുമില്ല. മരിച്ചിട്ട് ഉയർത്തെന്നിട്ട് യേശുവിന് മാത്രമേ മരിച്ചാൽ നമ്മളെ ഉയർപ്പിക്കാൻ കഴിയൂ. സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവിന് മാത്രമേ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായി സാധിക്കൂ. വെള്ളത്തെ വീഞ്ഞാക്കുകയും വെള്ളത്തിന് മേൽ നടക്കുകയും 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുകയും രോഗികൾക്ക് സൗഖ്യം വരുത്തുകയും ചെയ്ത യേശുവിന് മാത്രമേ നമ്മുടെ ആവശ്യ നേരങ്ങളിൽ, നമ്മുടെ ദുഃഖവേളകളിൽ നമ്മളെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് ഇഹലോക ജീവിതം ധന്യമാകുവാൻ, പരലോക ജീവിതം ധന്യമാകുവാൻ, ഇഹലോകത്തിലും പരലോകത്തിലുമായി ജീവിക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അനുസരിച്ച് ആരാധിക്കുവാൻ ദൈവം എല്ലാ ശ്രോതാക്കളെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.